കഴിഞ്ഞ 13 മാസമായി തുടരുന്ന ഗസ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഒരു ഭാഗത്ത് ലെബനനിലെ ഹെസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഹമാസുമായിട്ടുള്ള ഗസയിലെ യുദ്ധം ഏതാണ്ട് തീരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ആക്രമണം കുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് എന്താ പറയുക, വലിയ രീതിയിൽ അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ വടക്കൻ ഗസയിൽ കമൽ അദ്വാനി എന്ന ഹോസ്പിറ്റലിന് ആശുപത്രിക്ക് നേരെ വലിയ ആക്രമണം നടത്തി. അതിൽ അവിടുത്തെ തീവ്ര പരിചരണ വിഭാഗത്തിന്റെ തലവൻ അഹമ്മദ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. 75 പേർ കൊല്ലപ്പെട്ടു. അവിടെ നേരത്തെ അതിന്റെ ഡയറക്ടർ അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റ് തീവ്ര പരിചരണത്തിലാണ്. ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ, ഒന്നര മാസത്തിനുള്ളിൽ വടക്കൻ ഗസയിൽ മാത്രം SKN ഏതാണ്ട് 2700ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗസയിൽ കഴിഞ്ഞ 13 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 44,500 അടുത്തെത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ 45,000 എത്താൻ ഇനി 500 സംഖ്യ എന്ന് പറയുമ്പോൾ ജീവനുകളാണ്. അത് കേൾക്കാൻ വലിയ സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല. എന്തായാലും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ തീരുന്നില്ല. ലെബനനിൽ എന്തായാലും എന്താ പറയുക, ദേവദാരുക്കൾ പൂക്കുന്ന താഴ്വരകളുള്ള ലെബനനിൽ ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ചെറിയ വെള്ളിരേഖ കാണുന്നുണ്ട്. കാരണം അവിടെ വലിയ രീതിയിലുള്ള വെടിവെപ്പ് ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തലിനെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം വെടിവെച്ചിരുന്നു. ഹെസ്ബുള്ളക്കാരെ അങ്ങോട്ട് നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും അതിർത്തിയിൽ ശാന്തത വരുന്നുണ്ട്. ലെബനൻ സേന 56,000 പേരും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ 10,000 പേരുള്ള സമാധാന സേനയും അവിടെയുണ്ട്. അവരാണ് ഇപ്പോൾ ഒരു ഇസ്രായേലിൻ്റെയും ലെബനൻ്റെയും അതിർത്തിയിൽ ഒരു കാവൽക്കാരായിട്ട് നിൽക്കുന്നത്.